എല്ലാവർക്കും സെന്റർ ഫോർ സയൻസിലെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്. സൊല്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയെ പ്രഷർ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്, അല്ലേ? ഹെൻറീസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും നമ്മൾ പറഞ്ഞു. പ്രഷർ കൂടുന്തോറും ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയും എന്ത് ചെയ്യും? കൂടും. അതായിരുന്നു ഹെൻറീസ് ലോ പഠിച്ചു. നെക്സ്റ്റ്, ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? What is the effect of temperature on the solubility of gas in a liquid? The dissolution of a gas in a liquid is always exothermic. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എപ്പോഴും എക്സോതെർമിക് ആയിരിക്കും. The dissolution of a gas in a liquid is always exothermic. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വിലിബ്രിയത്തിൽ ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ? എപ്പോഴും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷന്റെ റേറ്റ് കൂടും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷന്റെ റേറ്റ് കുറയും, അല്ലേ? എൻഡോതെർമിക് റിയാക്ഷന്റെ റേറ്റ് കൂടും, എക്സോതെർമിക് റിയാക്ഷന്റെ റേറ്റ് കുറയുമെന്ന് ലേ ഷാർലിയർ പ്രിൻസിപ്പിളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എപ്പോഴും എക്സോതെർമിക് ആണ്. സോ when the temperature increases, the solubility of gas decreases because the dissolution is exothermic process. അതാണ്. When the temperature increases, the solubility of a gas in a liquid decreases because the dissolution of a gas in a liquid is always exothermic. അതുകൊണ്ടല്ലേ ഈ സോഡാ വാട്ടർ ബോട്ടിലൊക്കെയും സോഡാ വാട്ടർ ഒക്കെ നല്ല തണുത്തിരിക്കുമ്പോഴാണ് അതിനകത്ത് ഗ്യാസ് കൂടുതലെന്ന് പറയത്തില്ലേ? സോഡ വെള്ളമൊക്കെ ചൂടായിട്ടിരുന്ന അതിനകത്ത് ഗ്യാസ് കുറവായിരിക്കും എന്ന് പറയത്തില്ലേ? നല്ല തണുത്ത സോഡ യൂസ് ചെയ്യണമെന്ന് പറയത്തില്ലേ? കാരണം തണുത്ത സോഡയ്ക്കകത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കൂടുതൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദ അക്വാട്ടിക് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. വൈന് ചോദിക്കും, അതായത് ഈ ജലജീവികൾക്കൊക്കെയും തണുത്ത വെള്ളമാണ് നല്ലത് ചൂടുവെള്ളത്തേക്കാൾ. എന്തുകൊണ്ടാ പറയാമല്ലോ? കാരണം തണുത്ത വെള്ളത്തിനകത്താണ് ഏത് ഗ്യാസ് കൂടുതൽ? ഓക്സിജൻ കൂടുതൽ, അല്ലേ? കോൾഡ് വാട്ടറിനകത്താണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. When the temperature increases, the solubility of oxygen in water decreases. ചൂട് കൂടുന്തോറും ഓക്സിജന്റെ സോലുബിലിറ്റി കുറയും. ചൂടുവെള്ളത്തിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് aquatic life is more comfortable in cold water than warm water. വൈന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, in cold water the concentration of oxygen is high. When the temperature increases, the solubility of oxygen decreases. അപ്പൊ ഇതാണ് ടെമ്പറേച്ചറിന്റെ അഫക്റ്റ്. ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുന്തോറും ഗ്യാസിന്റെ സോലുബിലിറ്റി കുറയും ബിക്കോസ് ദ ഡിസൊല്യൂഷൻ ഈസ് എക്സോതെർമിക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ എ സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ദ സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു.
അപ്പോൾ ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിനെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The effect of temperature depends on whether the dissolution process is exothermic or endothermic. ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് ചിലപ്പോൾ എക്സോതെർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡോതെർമിക് ആയിരിക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ, കുറച്ച് കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. നമ്മൾ വിളിച്ചില്ലേ തുരിശ്, കോപ്പർ സൾഫേറ്റ്, ബ്ലൂ വിട്രിയോ. കോപ്പർ സൾഫേറ്റ് വാട്ടറിലൊന്ന് ഡിസോൾവ് ചെയ്തിട്ട് ആ സൊല്യൂഷനകത്തൊന്ന് ടച്ച് ചെയ്തു നോക്കേ, വി ഫീൽ കൂൾ, തണുപ്പായിരിക്കും. ബിക്കോസ് ദ ഡിസൊല്യൂഷൻ ഈസ് എൻഡോതെർമിക്. അതാണ് അതിന്റെ മീനിങ്. എന്നാൽ സം സോഡിയം കാർബണേറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. കുറച്ച് വാഷിംഗ് സോഡ എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. പ്ലീസ് ടച്ച് ദ സൊല്യൂഷൻ. വി ഫീൽ വാം. സൊല്യൂഷൻ ചൂടായിരിക്കും. ദാറ്റ് ഈസ് ദ ഡിസൊല്യൂഷൻ ഈസ് എക്സോതെർമിക്. ഹീറ്റിനെ റിലീസ് ചെയ്തു. അപ്പോൾ ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് ഒന്നുകിൽ എൻഡോതെർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആയിരിക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എപ്പോഴും എന്തുവാണ്? എക്സോതെർമിക് ആണ്. എന്നാൽ the dissolution of a solid in liquid, it is either exothermic or endothermic. നമ്മൾ നേരത്തെ പറഞ്ഞു, according to Le Chatelier principle, when the temperature increases, the rate of endothermic reaction increases, rate of exothermic reaction decreases. അതുകൊണ്ട് if the dissolution of a solid in liquid is endothermic, when the temperature increases, the solubility also increases. If the dissolution of a solid in liquid is exothermic, when the temperature increases, the solubility decreases. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും സോലുബിലിറ്റിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ when the temperature increases, the solubility decreases. ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. Then what is the effect of pressure? നമ്മൾ ഗ്യാസിന്റെ ഡിസൊല്യൂഷനിൽ പ്രഷറിന്റെ എഫക്റ്റ് ഹെൻറീസ് ലോ പറഞ്ഞു. ഇവിടെ ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ദ പ്രഷർ ഹാസ് നോ എഫക്റ്റ്. ഒരു എഫക്റ്റും ഇല്ല. ദ പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, ബിക്കോസ് സോളിഡ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ എന്ന് പറയും. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. നമുക്കറിയാം ആരെ മാത്രമേ കംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഗ്യാസിനെ മാത്രമേ കംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രഷറിന് എഫക്റ്റ് ആരെയും മാത്രമേ ഉള്ളൂ? ഗ്യാസിൽ മാത്രമേ ഉള്ളൂ. സോളിഡിനകത്തും ലിക്വിഡിനകത്തും യാതൊരു എഫക്റ്റും ഇല്ല. അതുകൊണ്ട് ദ ഡിസൊല്യൂഷൻ ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്, പ്രഷർ ഹാസ് നോ എഫക്റ്റ്. പ്രഷർ ഹാസ് നോ എഫക്റ്റ് on the solubility of solid in liquid, because solid and liquids are incompressible എന്ന് പറയും. അപ്പം അതുകൊണ്ട് ടെമ്പറേച്ചറിന് മാത്രമേ അവിടെ എഫക്റ്റ് ഉള്ളൂ. ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും സോലുബിലിറ്റി കൂടും. എക്സോതെർമിക് ആണെങ്കിൽ when the temperature increases, solubility decreases. ഇതാണ് സോലുബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോലുബിലിറ്റി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതാണ് പഠിക്കുവാൻ. ദെൻ നെക്സ്റ്റ് ഒരു ടേമാണ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയും. ഇപ്പം വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് എന്താണെന്ന് നമ്മൾ
ഫസ്റ്റ് ഇയർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഞാൻ പറഞ്ഞതാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ, അവിടെ നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ, സപ്പോസ് വി ടേക്ക് എ വോളറ്റൈൽ ലിക്വിഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഒരു ക്ലോസ്ഡ് വെസലിൽ ഞാനൊരു വോളറ്റൈൽ ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുന്നു. വാട്ട് ഈസ് മീൻ ബൈ വോളറ്റൈൽ ലിക്വിഡ്? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് വാട്ടർ, ആൽക്കഹോൾ, ഇതൊക്കെ വോളറ്റൈൽ ലിക്വിഡ് അല്ലേ. നമുക്കറിയാം വാട്ടർ ഇവിടെ എടുത്ത് വെച്ചിരുന്നാൽ എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോ ഇവാപ്പറേഷൻ. അപ്പൊ ഇവിടെ ഞാനൊരു ക്ലോസ്ഡ് വെസലിൽ കുറച്ച് വാട്ടർ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. We take some water that is volatile liquid in a closed vessel. Then it undergo evaporation. വാട്ടർ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തോ ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. The liquid undergo evaporation and the vapor molecules are filled in the space above the liquid. ഈ ഉണ്ടാകുന്ന വേപ്പർ മോളിക്യൂൾ എന്ത് ചെയ്യും? മുകൾ ഭാഗത്തായിട്ട് വന്നിങ്ങനെ നിറയും. When the evaporation continue, the number of vapor molecule here also increases. ഇവാപ്പറേഷന്റെ റേറ്റ് കൂടുന്തോറും ഇവിടുത്തെ വേപ്പർ മോളിക്യൂളിന്റെ നമ്പറും കൂടും. വാട്ടർ കൂടുതലായിട്ട് ഇവാപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ വേപ്പർ മോളിക്യൂളിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. When the number of vapor molecule increases, they undergo collision. They collide with each other and also collide with the walls of the container. ആ കണ്ടെയ്നറിന്റെ വാൾസിലും ഇങ്ങനെ ചെന്നിടിക്കും. When they collide the walls of the container, they loses energy and returns to the liquid state. നമുക്കറിയാം, ഒരു ലിക്വിഡ് ചൂടുവെള്ളം ഇങ്ങനെ അടച്ചൊരു പാത്രത്തിൽ എടുത്തു വെച്ചിരുന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് അടപ്പ് തുറന്നു നോക്കുമ്പോൾ ആ അടപ്പിനകത്ത് ലിഡിനകത്ത് എന്തോ കാണാം? വെള്ളത്തുള്ളികൾ കാണത്തില്ലേ? എവിടുന്ന് വന്നു? വാട്ടർ ഇവാപ്പറേറ്റ് സ്റ്റീമായിട്ട് മാറി. ആ സ്റ്റീം ആ ലിഡിൽ ചെന്ന് തട്ടി വീണ്ടും തണുത്തതായിട്ട് മാറുന്നു, ലിക്വിഡായിട്ട് മാറുന്നു. ഇതിനെ എന്ത് പേരാ വിളിച്ചിട്ടുള്ളത്? കണ്ടൻസേഷൻ എന്ന് വിളിച്ചു അല്ലേ. കണ്ടൻസേഷൻ എന്ന് പറയും. അപ്പൊ ഇതുപോലെ ഇവിടെ വേപ്പർ മോളിക്യൂള് ആ പാത്രത്തിന്റെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കും. അപ്പോൾ they loses energy. അവരൊക്കെ എനർജി നഷ്ടപ്പെടും. they returns the liquid state. അതായത് ഇവിടെ കണ്ടൻസേഷൻ നടക്കും. അപ്പൊ ഇവിടെ രണ്ട് പ്രോസസ് നടന്നു. ഏതൊക്കെ നടന്നു? ഇവാപ്പറേഷനും നടന്നു, കണ്ടൻസേഷനും അല്ലെങ്കിൽ വേപ്പറൈസേഷൻ, അതുപോലെ കണ്ടൻസേഷൻ. ഇങ്ങനെ രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടന്നത്. വാട്ടർ ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുകയാണ്. വാട്ടർ വേപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവാപ്പറേഷനും നടക്കുന്നു, കണ്ടൻസേഷനും നടക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ ഈക്വിലിബ്രിയത്തിൽ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും രണ്ട് സൈഡിലോട്ട് നടക്കുന്നു. വാട്ടർ വേപ്പറായിട്ട് മാറുന്നു, വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടറായിട്ട് മാറുന്നു. At a particular stage, the rate of evaporation will be equal to the rate of condensation. ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ ഇവാപ്പറേഷന്റെ റേറ്റും കണ്ടൻസേഷന്റെ റേറ്റും ഈക്വൽ ആകും. Then we can say that there is an equilibrium established between the liquid and vapor. അല്ലേ, അവിടെ നമ്മൾ പഠിച്ചു ഇങ്ങനെ ഒരു ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആകുന്ന സ്റ്റേജിനെയായിരുന്നു എന്ത് പേര് വിളിച്ചത്? ഇക്വിലിബ്രിയം എന്ന് വിളിച്ചു അല്ലേ. ഇവിടെ ലിക്വിഡും വേപ്പറും തമ്മിൽ എന്തെത്തി? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു, അതേ റേറ്റിൽ തന്നെ വേപ്പർ തിരിച്ച് ലിക്വിഡായിട്ട് മാറുന്നു. ഇവാപ്പറേഷൻ നടക്കുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു. ഈ സ്റ്റേജിൽ ഇവിടെ ലിക്വിഡ് മോളിക്യൂൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. നമ്മൾ പറഞ്ഞു ലിക്വിഡ് മോളിക്യൂൾ ഇവിടെ ചെന്ന് ഇടിച്ചുകൊണ്ടിരിക്കുമല്ലേ. വേപ്പർ മോളിക്യൂൾ കണ്ടെയ്നറിന്റെ വാൾസിൽ ചെന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യുകയാണ്? ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ വേപ്പർ മോളിക്യൂൾ കണ്ടെയ്നറിന്റെ വാളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ. അതും എപ്പോൾ?
ലിക്വിഡും വേപ്പറും തമ്മിൽ ഈക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഇവാപ്പറേഷന്റെ റേറ്റും കണ്ടൻസേഷന്റെ റേറ്റും ഈക്വൽ ആയിരിക്കുന്ന ടൈമിൽ, അല്ലെ? വാട്ടർ വേപ്പർ ആകുന്നു, അതേ റേറ്റിൽ തന്നെ വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടർ ആകുന്നു. ഇങ്ങനെ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ അതാണ്. ഇറ്റ് ഈസ് ദ പ്രഷർ exerted by the vapors when it is in equilibrium with the liquid. It is the pressure exerted by the vapors when it is in equilibrium with the liquid. അതായത് ഒരു ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ അവിടെ വേപ്പർ മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. If the liquid is more volatile, the vapor pressure is high. ഒരു ലിക്വിഡ് നല്ല വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഇവാപ്പറേറ്റ്, ഇപ്പൊ ഈതർ, അസറ്റോൺ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവാപ്പറേഷൻ കൂടുതലാണെങ്കിൽ ഇവിടെ എക്സൈറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറും കൂടുതലായിരിക്കും. അപ്പൊ ഇഫ് ദ ലിക്വിഡ് ഈസ് മോർ വോളറ്റൈൽ, ദ വേപ്പർ പ്രഷർ ഈസ് ഹൈ. അതാണ് ഒരു ഗ്യാസ് നല്ല വോളറ്റൈൽ ആണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. അതുപോലെ when the temperature increases, the vapor pressure also increases. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്തോറും ഇവാപ്പറേഷന്റെ റേറ്റ് എന്ത് ചെയ്യും? ഒരു ലിക്വിഡിനെ ചൂടാക്കാമെങ്കിൽ ഇവാപ്പറേഷന്റെ റേറ്റ് എന്ത് ചെയ്യും? കൂടും. വേപ്പർ മോളിക്യൂൾ കൂടും, എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. അപ്പോൾ when the temperature increases, the vapor pressure also increases. ഇതാണ് വേപ്പർ പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. If the gas is more volatile, the vapor pressure is high. അതുപോലെ when the temperature increases, the vapor pressure also increases. നമുക്ക് ഇവിടെ പഠിക്കുവാനുള്ളത് the vapor pressure of a solution. ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. നമ്മളിവിടെ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ, ഒരു പ്യുവർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. Suppose we take a mixture of two volatile liquids, A and B. ഞാൻ രണ്ട് വോളറ്റൈൽ ലിക്വിഡിന്റെ മിക്സർ എടുത്തിരിക്കുകയാണ്, എയും ബിയും. ഇപ്പൊ സപ്പോസ് എ വാട്ടർ ആണെന്നിരിക്കട്ടെ, ബി ആൽക്കഹോൾ ആണെന്നിരിക്കട്ടെ. ഞാൻ വാട്ടറിന്റെയും ആൽക്കഹോളിന്റെയും ഒരു മിക്സർ എടുത്തിരിക്കുകയാണ്. വാട്ടർ, ആൽക്കഹോൾ രണ്ടുപേരും എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. കാരണം രണ്ടുപേരും വോളറ്റൈലാണ്. ഇവിടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും, ആൽക്കഹോളും ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പം വി ടേക്ക് എ മിക്സർ ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ്സ്, എ ആൻഡ് ബി. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ്, എയുടെയും ബിയുടെയും മിക്സർ ഞാൻ എടുത്തിരിക്കുകയാണ്. രണ്ടുപേരും ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഈ വേപ്പർ ഫേസിൽ ആരുടെ മോളിക്യൂൾസ് കാണും? എയുടെ മോളിക്യൂൾസും കാണും, ബിയുടെ മോളിക്യൂൾസും കാണും, അല്ലേ? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ആൽക്കഹോളും ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ വേപ്പർ ഫേസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ദ വേപ്പേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ. അപ്പൊ ഇവിടെ രണ്ടുപേരും ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. വാട്ടറിന്റെ മോളിക്യൂൾ ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആൽക്കഹോളിന്റെ മോളിക്യൂൾ ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് പാർഷ്യൽ വേപ്പർ പ്രഷർ. നമ്മൾ പഠിച്ചു, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഇവിടെ എ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ, പി എ എന്ന് പറയും. പി ഇട്ട് സഫിക്സിൽ ക്യാപിറ്റൽ എ. ബി എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് പി ബി എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റിൽ P1 എന്നും P2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏത് കൊടുത്താലും ഒന്നുമില്ല, 1 എന്നും 2. നമ്മൾ സാധാരണ എടുക്കുന്നത് എ എന്നും ബി എന്നുമാണ് രണ്ട് കമ്പോണൻസിനെ. ഇവിടെ
എ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് പി എ, ബി എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് പി ബി. അപ്പോൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡിന്റെ മിക്സർ എടുത്തിരുന്നാൽ അതിൽ ഓരോ കമ്പോണന്റും അവിടെ ഒരു പാർഷ്യൽ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ലോ ഉണ്ട്. ഈ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ലോയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് റവോൾസ് ലോ എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് റവോൾസ്. എന്താണ് റവോൾസ് ലോ പറയുന്നത്? റവോൾസ് ലോ പറയുന്നത് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquid, the partial vapor pressure of each component is directly proportional to its mole fraction in the solution. For a solution of two volatile liquids, the partial vapor pressure of each component is directly proportional to ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു എയുടെയും ബിയുടെയും മിക്സർ എടുത്തിരിക്കുകയാണ്. അവിടെ എയും പാർഷ്യൽ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും, ബിയും പാർഷ്യൽ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. എങ്കിൽ നമുക്ക് എഴുതാം പി എ പ്രപ്പോർഷണൽ ടു കൈ എ, പി ബി പ്രപ്പോർഷണൽ ടു കൈ ബി എന്ന് പറയാം. കൈ എ ദാറ്റ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, കൈ ബി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. എങ്കിൽ നമുക്ക് പറയാം പി എ പ്രപ്പോർഷണൽ ടു കൈ എ, പി ബി പ്രപ്പോർഷണൽ ടു കൈ ബി. ഇതാണ് റവോൾസ് ലോ പറയുന്നത്, അല്ലെങ്കിൽ റവോൾസ് ലോ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്ൻ വോളറ്റൈൽ ലിക്വിഡ്. റവോൾസ് ലോ പറയുന്നതാണ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്. അതാണ് രണ്ടും വോളറ്റൈൽ ആയിരിക്കണം. അതാണ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ in the solution. പി എ പ്രപ്പോർഷണൽ ടു കൈ എ, അല്ലെങ്കിൽ പറയാം പി എ is equal to P0A കൈ എ, പി ബി is equal to P0B കൈ ബി. അവിടെ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഇവിടെ P0A കൊടുത്തു, ഇവിടെ P0B. അവിടെ P0A എന്ന് പറഞ്ഞാൽ the vapor pressure of pure component A. ഇപ്പൊ ഞാനൊരു കണ്ടെയ്നറിൽ എ മാത്രം എടുത്തിരിക്കുകയാണ്. ഒരു കണ്ടെയ്നറിൽ പ്യുവർ ലിക്വിഡ് എ, ഇപ്പം വാട്ടർ മാത്രം എടുത്തിരിക്കുകയാണ്. എ മാത്രം എടുത്തിരിക്കുമ്പോൾ അവിടുത്തെ വേപ്പർ പ്രഷറിനെയാണ് P0A എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കണ്ടെയ്നറിൽ ബി മാത്രം എടുത്തിരിക്കുകയാണ്. ബി അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷറിനെയാണ് P0B എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എയുടെയും ബിയുടെ മിക്സ്ചർ എടുത്തിരിക്കുമ്പോൾ അവിടെ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ P0A എന്ന് പറയുമ്പോൾ എ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ, എ മാത്രം എടുത്തിരിക്കുമ്പോൾ ഇവിടെ ബി ഇല്ല, വാട്ടർ മാത്രമാണ്. അപ്പോൾ എയുടെ പ്രഷറാണ് P0A. ബി മാത്രം എടുത്തിരിക്കുമ്പോൾ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറാണ്, അതിന്റെ വേപ്പർ പ്രഷറാണ് P0B. അതാണ് P0A. P0B എന്ന് പറഞ്ഞാൽ the vapor pressure of pure components A and B. അപ്പം PA proportional to Chi A, or PA is equal to P0A Chi A. PB proportional to Chi B, or PB is equal to P0B Chi B. അതാണ് റവോൾസ് ലോ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം P total is equal to P0A Chi A,
പ്ലസ് P0B കൈബി. നമ്മൾ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. അല്ലേ? രണ്ട് ഗ്യാസസിന്റെ ഒരു മിക്സർ എടുത്താൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും. അതാണ് ഇവിടെ പി ടോട്ടൽ. ആ സൊല്യൂഷനിലെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PA പ്ലസ് PB. അതായത് P0A കൈA പ്ലസ് P0B കൈB. അപ്പൊ റവോൾട്സ് ലോ പറയുന്നതാണ് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquid the partial vapor pressure of each component is directly proportional to its mole fraction in the solution. ഈ റവോൾട്സ് ലോയെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ മോൾ ഫ്രാക്ഷൻ ആൻഡ് വേപ്പർ പ്രഷർ. ഞാൻ എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ എടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ എടുത്തിരിക്കുന്നു. സപ്പോസ് ഈ പോയിന്റ് കൈ എ ഈസ് ഈക്വൽ ടു 1, കൈ ബി ഈസ് ഈക്വൽ ടു 0. ഈ പോയിന്റ് കൈ എ ഈസ് ഈക്വൽ ടു 0, കൈ ബി ഈസ് ഈക്വൽ ടു 1. അതായത് ഇപ്പൊ ഞാൻ എയുടെയും ബിയുടെയും ഒരു മിക്സർ എടുത്തിരിക്കുക. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എ മാത്രമേ ഉള്ളൂ. അതായത് ഒരു കണ്ടെയ്നർ ഞാൻ പ്യുവർ വാട്ടർ മാത്രം എടുത്തിരിക്കുന്നു. അതാണ് നമുക്കറിയാം കൈ എ പ്ലസ് കൈ ബി എന്തുവാണ്? 1 ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൈ എ 1 ആണ്, കൈ ബി 0. അതായത് ബി ഇല്ല, എ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ സൊല്യൂഷനകത്ത് എ മാത്രമേ ഉള്ളൂ. എ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ വേപ്പർ പ്രഷറിനെ നമുക്ക് എന്തോന്ന് കൊടുക്കാം? P0A എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അതിന്റെ വേപ്പർ പ്രഷറിനെ P0A, കാരണം എ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ P0A എന്ന് കൊടുക്കാം. ഞാൻ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും എയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബിയുടെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ബീക്കറിൽ 100 ml വാട്ടർ മാത്രം എടുത്തിരിക്കുന്നു, ഒട്ടും ആൽക്കഹോൾ മിക്സ് ചെയ്തില്ല. 100 ml വാട്ടർ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഞാൻ കോൺസെൻട്രേഷൻ ഇങ്ങനെ മാറ്റും. പിന്നെ അടുത്തൊരു ബീക്കറിൽ ഒരു 90 ml വാട്ടർ, 10 ml ആൽക്കഹോൾ. പിന്നെ അടുത്തൊരു ബീക്കറിൽ 80 ml ആൽക്കഹോൾ, 20 ml വാട്ടർ, 70 ml ആൽക്കഹോൾ. ഇപ്പൊ ഈ പോയിന്റിൽ നമ്മൾ പ്യുവർ വാട്ടർ ആണ്, ഇവിടെ 100 ml വാട്ടർ ആണ്. അപ്പൊ അടുത്ത ബീക്കറിൽ ഞാനൊരു 90 ml വാട്ടർ, 10 ml ആൽക്കഹോൾ, പിന്നെ ഒരു 80 ml വാട്ടർ, 20 ml ആൽക്കഹോൾ, 70 ml വാട്ടർ, 30 ml ആൽക്കഹോൾ, 60 ml വാട്ടർ, 40 ml ആൽക്കഹോൾ. ഇങ്ങനെ അങ്ങോട്ട് പോകുന്തോറും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങോട്ട് പോകുന്തോറും എയുടെ കോൺസെൻട്രേഷൻ കുറയുകയാണ്, ബിയുടെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. ഈ പോയിന്റിൽ ആര് മാത്രമേ ഉള്ളൂ? കൈ എ 0, കൈ ബി 1. അപ്പൊ ഈ പോയിന്റിൽ എ ഇല്ല, ബി മാത്രമേ ഉള്ളൂ. അതായത് 100 ml ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ, വാട്ടർ ഇല്ല. കാരണം വാട്ടർ അങ്ങോട്ട് പോകുന്നവർ കുറയുമല്ലേ, 100, 90, 80 കുറയുവാണ്. അങ്ങോട്ട് പോകുന്നവർ ആൽക്കഹോൾ കൂടുമല്ലേ, 10, 20, 30. ഈ പോയിന്റിൽ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള വേപ്പർ പ്രഷറിനെ നമുക്ക് P0B എന്ന് കൊടുക്കാം. ബി അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷർ. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും എയുടെ കോൺസെൻട്രേഷൻ കുറയും, അതിനനുസരിച്ച് എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കുറയും. ഇതാണ് PA എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചു, കോൺസെൻട്രേഷൻ കുറയും തോറും, മോൾ ഫ്രാക്ഷൻ കുറയും തോറും പാർഷ്യൽ വേപ്പർ പ്രഷറും കുറയും. അങ്ങോട്ട് പോകുന്നതോറും ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുവല്ലേ. ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും ബിയുടെ പാർഷ്യൽ പ്രഷറും കൂടും. ഇതാണ് PB എന്ന് പറയുന്നത്. ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കൂടും. ഇതാണ് PA,
ഇതാണ് പി വി. രണ്ടിനെയും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ ഇതാണ് പി ടോട്ടൽ എന്ന് പറയുന്നത്. സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പി എ പ്ലസ് പി ബി എന്ന് പറയുന്നത് ഈ P0A P0B രണ്ടിനെയും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ ലൈൻ. ഇങ്ങനെയാണ് നമുക്ക് റവോൾട്സ് ലോയെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതാണ് ഒന്നുമില്ല. ഇപ്പൊ എയുടെ മോൾ ഫ്രാക്ഷൻ കുറയും തോറും എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കുറയും. ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കൂടും. രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ ഇതാണ് സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ. ഇതാണ് റവോൾട്സ് ലോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണെന്ന് നമ്മുടെ പറയാം. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് the partial vapor pressure of each component is directly proportional to its mole fraction. That is Pa proportional to Ka, or Pa is equal to P0A Ka. Pb proportional to Kb, or Pb is equal to P0B. ഇനി റവോൾട്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ചില ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.